കാകതീയ വിജയധ്വജ വിക്രമ ജേതാവ്. മിണ്ടാതിരിയടാ. ഈ സ്തംഭത്തിൽ കയറുക, മുറിവുണ്ടാക്കുക, മണ്ണി കിടന്നുരുളുക, ഇതൊക്കെ എന്ത് മത്സരമാടാ? ഇതിപ്പോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ ആയല്ലോ. കാട്ടില് പുലിയുടെ പാല് കറക്കുന്നവനോട് പശുവും പാല് കറന്നുകൊണ്ടിരാൻ പറയുന്ന ഒരു മത്സരമാണോ? വളച്ചു കെട്ടാതെ പറയൂ, എന്തിനാണ് വന്നത്? പറയാം. ചെറിയച്ഛൻ പുറകിൽ നിന്ന് ചതിച്ച് കൊന്നതാണ് എൻ്റെ അച്ഛനെ. അത് വിട്ടു ഞാൻ. അച്ഛനെ പോലെ കരുതിയ മഹാരാജനും അത് കണ്ടില്ലെന്ന് നടിച്ചു. അതും ഞാൻ കാര്യമാക്കിയില്ല. ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തി എന്നെ ഒരു കൊള്ളക്കാരനായി നിങ്ങൾ മുദ്ര കുത്തി. അതും ഞാൻ സാരമില്ലെന്ന് വെക്കാം. അനീതി എന്നോടാണെങ്കിൽ ഞാനത് പൊറുക്കും. പക്ഷെ മറ്റുള്ളവരോട് അനീതി ചെയ്താൽ ഞാനത് കണ്ടു നിൽക്കില്ല. മഹാരാജന്റെ സമക്ഷത്തിൽ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെ രാജകീയ വിവാഹം, അത് ശരിയാണോ? എന്താടാ വരദ, എന്റെ സഹോദര? അല്ല, കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ നിനക്കെന്തിനാടാ ഇങ്ങനൊരു വിവാഹം? വെറുതെ ആ സ്തംഭത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാനോ? പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. ഇങ്ങനെ എല്ലാം പാതിക്ക് വെച്ച് നിർത്തിയാലേ പിന്നെ നിനക്കൊരു പല്ലിക്ക് പോലും ജന്മം കൊടുക്കാൻ കഴിയില്ല. അർദ്ധവീര. അർദ്ധവീരനാണെങ്കിലും വീരൻ തന്നെയല്ലേ? എന്റെ മരുമകൻ പകുതി ജയിച്ചു, എനിക്കത് മതി. ദാമ്പത്യം പോലും പകുതിയായിരിക്കും, അത് മതിയോ? യുവരാജൻ, ഗോന ഗന്നാറെഡ്ഡിക്ക് എന്റെ മകൾ അനാമികയിൽ ഒരു നോട്ടമുണ്ട്. അതുകൊണ്ട് മുടക്കാൻ വന്നിരിക്കുക. അനാമികയിൽ മാത്രമല്ല, കാകതീയ സിംഹാസനത്തിലും അവന് നോട്ടമുണ്ട്. മതിയാക്കുന്നുണ്ടോ? ഹരിഹര ദേവരാജ. രാജാവാകേണ്ടത് രാജസന്തതികളല്ല, വീരന്മാര്. പണ്ടുള്ളവര് പറഞ്ഞിട്ടില്ലേ, രാജ്യം വീരഭോജ്യം. ഗന്നാറെഡ്ഡി, ഗോന ഗന്നാറെഡ്ഡി. അതെ അതെ, കൊള്ളത്തലവൻ ഗന്നാറെഡ്ഡി. രാജധികാരം ക്ഷമിക്കാൻ കഴിയില്ല. അത് കൊള്ളാമല്ലോ. രാജ്യം ഭരിക്കുന്നവർ ചിലതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാ. കോട്ടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഓരോ മതഗജത്തിന്റെയും മലർച്ച കേൾക്കണം. ഇവിടെ ഓരോ സാമന്ത രാജാക്കന്മാരും മതഗജങ്ങളാ. ജനങ്ങളെ ചവിട്ടി അരക്കിയാണവര്. ആ കൊള്ളക്കാരെ നീ വിട്ടാലും ഞാൻ വിടില്ല. ഇത്രക്ക് ധിക്കാരമോ? ക്ഷമിച്ചാലും ഉള്ളു മുഴുവൻ ധിക്കാരോ. സംസാരിച്ച് ആളെ കളിയാക്കുന്നു. ജീവിതമേ ഒരു കളിയല്ലേ യുവരാജൻ? പ്രസംഗിച്ചത് മതി. പ്രസാദാദിത്യ, സൈനികരെ, അയാളെ ബന്ധിക്കൂ.